ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല എരിവോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, തനി നാടൻ രീതിയിൽ. അപ്പോൾ ഇത് വിറകടുപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. പാകത്തിനുള്ള സവാള, ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഏകദേശം ഒരു 3/4 കിലോ അളവിലുള്ള ചിക്കൻ പീസസാണ്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ചിക്കനിലോട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എരിവിന് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ തീയൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ചും കൂടി മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് അടിയൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത്, അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ മുഴുവൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഇത് നന്നായി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇത് എപ്പോഴും ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇത് വേണ്ടത്. പിന്നെ ഇനി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവും പിന്നെ മല്ലിപ്പൊടിയുടെ അളവ് അങ്ങനെ എന്തെങ്കിലും കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കൂട്ടിയും കുറക്കൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ചിക്കന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെമി ഗ്രേവിയിലാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രക്കും സ്വാദ് കൂടും. പിന്നെ പാകത്തിനുള്ള മല്ലിയില, ഇനി മല്ലിയില കയ്യിലില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് വെക്കണം. ഫ്ലെയിം അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്.